Hello friends, Cryptocurrency Malayalaminte പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. Cryptocurrency എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ ഓടി വരുന്നത് ബിറ്റ്കോയിൻ ആണ്. എന്നാൽ ബിറ്റ്കോയിൻ മാത്രമല്ല ക്രിപ്റ്റോകറൻസി. ഏകദേശം 10,000-ലധികം ഡിഫറെന്റ് കറൻസികൾ അടങ്ങുന്ന ഒരു എക്കോസിസ്റ്റമാണ് ക്രിപ്റ്റോകറൻസി വേൾഡ് എന്ന് പറയുന്നത്. ഈ മൊത്തം കോയിനെയും നമുക്ക് ബ്രോഡ്ലി 4 കാറ്റഗറി ആയിട്ട് തിരിക്കാം. അത് ഓരോന്നിനും അതിൻ്റെതായ ബെനിഫിറ്റ്സും അഡ്വാൻറ്റേജസും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എന്റർടൈൻമെന്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. മൊത്തം ക്രിപ്റ്റോ എക്കോസിസ്റ്റത്തെ പ്രധാനമായിട്ടും 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് തിരിക്കാം. അത് ഒന്നാമത് ബിറ്റ്കോയിൻ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ദ പ്രൈമറി ആൻഡ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്രിപ്റ്റോ കറൻസി. പിന്നെ വരുന്ന ബാക്കിയുള്ള എല്ലാ കറൻസിനെയും കൂട്ടിയിട്ട് നമ്മൾ ഓൾട്ട് കോയിൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഓൾട്ട് കോയിൻസിന്റെ ഉള്ളില് 2 തരത്തിലുള്ള സബ് കാറ്റഗറീസ് ഉണ്ട്. അതിലെ ഒരു മെയിൻ കാറ്റഗറിയാണ് സ്റ്റേബിൾ കോയിൻസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഷിറ്റ് കോയിൻസ്. അപ്പോൾ ഇങ്ങനെ 4 കാറ്റഗറി ഉണ്ട്. അതിൽ ഓൾട്ട് കോയിന്റെ ഉള്ളിൽ ഒരു വളരെ ചെറിയ സെക്ഷനാണ് സ്റ്റേബിൾ കോയിൻസും ഷിറ്റ് കോയിൻസും. ഇനി ഇത് ഓരോന്നിന്റെയും ഡീറ്റെയിൽസും അതിന്റെ അഡ്വാൻറ്റേജും നമുക്ക് നോക്കാം. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് എന്തുകൊണ്ടാണെന്നുള്ളത് ആ എക്സ്പ്ലനേഷന്റെ കൂടെ നമുക്ക് പറയാം. സോ ഫസ്റ്റ് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ബിറ്റ്കോയിൻ. ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ആദ്യം ഇറങ്ങിയ ക്രിപ്റ്റോ കറൻസിയാണ്. അപ്പൊ അതിന് ഒരേ ഒരു ഫംഗ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. വെൻ ഇറ്റ് ലോഞ്ച്ഡ് അതിന്റെ ഒരേ ഒരു പ്രൈമറി ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു വാല്യൂ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് പിയർ ടു പിയർ ആയിട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതായിരുന്നു. അത് പബ്ലിക്കലി അവൈലബിൾ ആക്കുക. ഈ ഒരു ഫംഗ്ഷൻ മാത്രമായിരുന്നു ബിറ്റ്കോയിൻ ഉണ്ടായിരുന്നത്. പക്ഷേ അത് ആദ്യം വന്നതുകൊണ്ടും ഒരു ഡിസ്റപ്റ്റീവ് ടെക്നോളജി ആയതുകൊണ്ടും we treat him as a granddaddy. ബിറ്റ്കോയിൻ ആണ് ഗ്രാൻഡ് ഓഫ് ക്രിപ്റ്റോ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ബിറ്റ്കോയിൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിക്ക് ക്രിപ്റ്റോ ഇൻഡസ്ട്രി മൊത്തം കൺട്രോൾ ചെയ്യാൻ പറ്റും. തുടക്കത്തിലെ തന്നെ ബിറ്റ്കോയിൻ മൈനിങ്ങിലൊക്കെ ഏർപ്പെട്ടിരുന്നതിന് കുറേ പേര് ദേ ആർ വെയിൽസ് ഇൻ ക്രിപ്റ്റോ. വെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടോക്കൺസ് ഉള്ള ഒരു വ്യക്തിനെയാണ് വെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ there are lot of crypto whales holding huge amount of bitcoin. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിന് ഒരുപാട് ബിറ്റ്കോയിൻ കൂടുതലുള്ള ഒരാൾക്ക് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇടയ്ക്ക് കാണുന്ന സഡൻ പമ്പും സഡൻ ഡംസും ഒക്കെ മാനേജ്ഡ് ബൈ ദം. പിന്നെ ഇതൊരു ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് ആണെന്ന് പറഞ്ഞു. ഏറ്റവും തുടക്കത്തിൽ വന്നതാണെന്ന് പറഞ്ഞു. എനിക്കും നിങ്ങൾക്കും പോലുള്ള ആർക്കും ഈ നെറ്റ്വർക്കിൽ ജോയിൻ ചെയ്തിട്ട് നോഡ് ഓപ്പറേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ദ നമ്പർ ഓഫ് നോഡ്സ്, ഈ നെറ്റ്വർക്കിലുള്ള നമ്പർ ഓഫ് നോഡ്സ് ഈസ് സോ ഹ്യൂജ്. അതിന്റെ 44,000-ത്തിലും മേലെ ഉള്ള നോഡ്സ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രോസസിംഗ് പവർ വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് സെക്യൂർഡ് നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ്. അതായത് അത്രയും ഹാഷിംഗ് പവർ, അതായത് ഓരോ മില്ലി സെക്കൻഡ്സിലും അത്രയും പ്രോസസിംഗ് പവർ ആണ് ഇത് ഉപയോഗിക്കുന്നത്. And the largest amount sent in a single transaction, ബിറ്റ്കോയിൻ നെറ്റ്വർക്കിൽ ഒറ്റ ട്രാൻസാക്ഷനിൽ അയച്ച ഏറ്റവും വലിയ എമൗണ്ട് എന്ന് പറയുന്നത് $1 ബില്യൺ മേലെയാണ്. അതായത് ഏകദേശം ഒരു 10,000 കോടി രൂപയുടെ അടുത്ത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ആരും കൺട്രോൾ ചെയ്യാനില്ലാത്ത, പോയാൽ പോയി എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കിൽ ഏറ്റവും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് അയച്ച ഏറ്റവും കൂടിയ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 കോടി രൂപയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു സിസ്റ്റത്തിൽ ഒരു 10,000 കോടി രൂപയുണ്ട്. ഓക്കെ, ഇഫ് ഇറ്റ് ക്യാൻ ബി ഹാക്ഡ്, ഡെഫിനറ്റ്ലി അത് ആരെങ്കിലും ഒന്ന് ഹാക്ക് ചെയ്തിട്ട് പോകും, അല്ലേ? ഇത്രയും വലിയൊരു എമൗണ്ട് ഒരു വാലറ്റിൽ നിന്ന് വേറൊരു എമൗണ്ടിലേക്ക് ഒരു സെൻട്രലൈസ്ഡ് ഏജൻസിയിൽ അത് അയക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് വന്ന് ഹാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അത് ഹാക്ക് ചെയ്തിരിക്കും, അല്ലേ? സോ ഹ്യൂജ്, $1 ബില്യൺ. അപ്പോ that shows the hashing power and security of network. Bitcoin is the safest network across all crypto. ഈവൻ ഇപ്പോഴും
ബിറ്റ്കോയിൻ തന്നെയാണ് നമ്മുടെ ക്രിപ്റ്റോ മൊത്തം ഇൻഡസ്ട്രിയിലെ മെജോറിറ്റി ഹോൾഡ് ചെയ്യുന്നത്. മോർ ദാൻ 50% ഓഫ് ദ വാല്യൂ ലോക്ഡ് ഈ സ്റ്റിൽ വിത്ത് ബിറ്റ്കോയിൻ. ഇന്ന് ആസ് ഓഫ് ടുഡേ, അതായത് 31 ഓഗസ്റ്റ് 2023 പ്രകാരം കറന്റ് ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 1 ട്രില്യൺ ആണ്. അതിൽ $530 ബില്യൺ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ബിറ്റ്കോയിൻ നെറ്റ്വർക്കാണ്. സോ വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ബിറ്റ്കോയിൻ സിംഗിൾ ഹാൻഡഡ്ലി ഈസ് മോർ ദാൻ 50% ഓഫ് ദ എൻറ്റയർ ക്രിപ്റ്റോ. അത് തുടക്കം വന്നതുകൊണ്ടും ഓവർ എ പീരീഡ് ഗ്രോ ആയതുകൊണ്ടും അതിൻ്റെ സേഫ്റ്റി അൺപാരലൽഡ് ആയതുകൊണ്ടും ആണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, the technology is so disruptive and growing. It is not going to die soon. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ബിറ്റ്കോയിൻ്റെ വില ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മളൊരു കറൻസി ആയിട്ട് കളയേണ്ടതുണ്ടോ, അതോ ഒരു അപ്രീഷിയേറ്റിംഗ് അസറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണോ? അപ്പോൾ റീസെൻ്റ്ലി മീൻസ് ലാസ്റ്റ് 5-6 ഇയേഴ്സ് ആയിട്ട് ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, ഭൂരിഭാഗം പേരും ബിറ്റ്കോയിൻ ഈസ് നോട്ട് using it for transferring or buying any other currency. അവരതൊരു സ്റ്റോർ ഓഫ് വാല്യൂ അല്ലെങ്കിൽ സേഫ് അസറ്റ് ആയിട്ട്, അതായത് നമ്മളിപ്പോൾ വീട്ടിൽ ഗോൾഡ് മേടിച്ച് വെക്കുന്ന പോലെ ഒരു സേഫ് അസറ്റ് ആയിട്ട് മേടിച്ച് വെക്കുന്ന ഒരു ടോക്കണായി മാറിക്കഴിഞ്ഞു ബിറ്റ്കോയിൻ. അതിന് വേറെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ലുക്കിംഗ് ബാക്ക് വി നോ ഹൗ ഇറ്റ് ഈസ് കമ്മിങ്. ആൻഡ് ഫ്രം നമ്മുടെ എന്താണ് ബിറ്റ്കോയിൻ എന്നുള്ള വീഡിയോ സീരീസിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ളത്. there are lot of reasons. അത് നമുക്ക് പിന്നെ നോക്കാം. പിന്നെ നെക്സ്റ്റ് സെറ്റ് ഓഫ് കോയിൻസ് ആണ് ഓൾ കോയിൻസ്. ബിറ്റ്കോയിൻ വന്നു കഴിഞ്ഞ ശേഷം ആസ് പാർട്ട് ഓഫ് ടെക്നോളജി ഇവല്യൂഷനിൽ സ്മാർട്ട് കോൺട്രാക്ട്സ് വന്നു, പലതരത്തിലുള്ള കോയിൻസുകൾ വന്നു. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കോയിൻസിനെയും കൂടി ചേർത്ത് ചെയ്ത്, അതായത് ബിറ്റ്കോയിൻ ഒഴിച്ച് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എല്ലാ കോയിൻസിനെയും നമ്മൾ ചേർത്ത് വിളിക്കുന്നതാണ് ഓൾ കോയിൻ. ഇപ്പോൾ ആസ് ഓഫ് ടുഡേ ഏകദേശം ഒരു 10,000-ലും അധികം ഓൾ കോയിൻസ് അവൈലബിൾ ഉണ്ട്. ബിറ്റ്കോയിൻ നെറ്റ്വർക്കിൽ ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഒരൊറ്റ ടോക്കണാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ ആണ്. എന്നാൽ ഓൾ കോയിൻസിൽ അങ്ങനെയല്ല. ഓൾ കോയിൻസ് എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിഫൈഡ് ആപ്ലിക്കേഷൻസ് ആണ്. അതായത് ബിറ്റ്കോയിൻ പോലത്തെ കുറേ നെറ്റ്വർക്ക്സ് ഓൾ കോയിൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നുണ്ട്. അതിൽ ഓരോ നെറ്റ്വർക്കിലും അതിൻ്റെതായ ആപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് ഡൈവേഴ്സിഫൈഡ് ഫങ്ഷണാലിറ്റീസ്. അവിടെയാണ് ഇന്നോവേഷൻസും ഡിസ്ട്രപ്ഷൻസും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള DeFi ആണെങ്കിലും NFT ആണെങ്കിലും മെറ്റാവേഴ്സ് ആണെങ്കിലും പ്ലേ ടു ഏൺ, ഇതെല്ലാത്തിൻ്റെ ഇന്നോവേഷൻ നടക്കുന്നത് ഡിഫറെൻറ്റ് ആൾ കോയിൻസിലാണ്. ഓൾ കോയിൻസിൽ തന്നെ പ്രൊമിനൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എത്തീരിയം ഉണ്ട്, ഡോട്ട് ഉണ്ട്, സൊലാന ഉണ്ട്, അങ്ങനെ പിന്നെ നമ്മുടെ മാറ്റിക് ഉണ്ട്, BNB ചെയിൻ ഉണ്ട്. ഇങ്ങനത്തെ ഫ്യൂ കറൻസീസ്. ഇതിനെ എല്ലാത്തിനെയും ഓൾ കോയിൻസ് എന്ന് പറയും. അപ്പോൾ ഇത് ഇവിടെയാണ് നമ്മുടെ ഫോക്കസ് വേണ്ടത്. കാരണം ബിറ്റ്കോയിൻ സെറ്റ് സ്റ്റേജ്, അവിടുന്ന് അങ്ങോട്ടുള്ള ഗ്രോത്ത് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഓൾ കോയിൻസ് ആണ്. പുതിയ ആപ്ലിക്കേഷൻസ് ഒക്കെ വന്നിട്ട്. ഓക്കെ. പിന്നെ ഇവിടെയാണ് ഹയസ്റ്റ് റിട്ടേണിൻ്റെ സാധ്യതയുള്ളത്. കാരണം ബിറ്റ്കോയിൻ ഒക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയി, ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ്. അതുപോലെ പ്രൈമറി ആയിട്ടുള്ള ഓൾ കോയിൻസും എസ്റ്റാബ്ലിഷ്ഡ് ആയി. പക്ഷെ ചെറിയ കോയിൻസ്, ഇന്നോവേഷൻസുമായിട്ട് വരുന്ന ചെറിയ ടോക്കൺസ്, പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്യുന്ന ടോക്കൺസ് ഒക്കെ ഈ ഓൾ കോയിൻ സെഗ്മെന്റ്സിലുണ്ട്. അത് നോക്കി കണ്ടുപിടിച്ച് നല്ലതിൽ കയറി കൂടുക എന്നുള്ളതാണ് 1000x സീക്രട്ട്. പിന്നെ ഉള്ളത് സ്റ്റേബിൾ കോയിൻ. ഈ ഓൾ കോയിൻസിന്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു ചെറിയൊരു സെഗ്മെന്റ് ആണ് സ്റ്റേബിൾ കോയിൻ. പക്ഷെ അത് ചെറിയ സെഗ്മെന്റ് ആണെങ്കിലും ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ക്രിപ്റ്റോയുടെ വോളറ്റിലിറ്റി കാരണം അതൊരു പേയ്മെന്റ് സിസ്റ്റം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സപ്പോസ് നിങ്ങളൊരു കടക്കാരനാണെന്ന് വിചാരിക്കും. ഇന്ന് 100 രൂപയ്ക്ക് വിറ്റ ബിറ്റ്കോയിൻ നാളെ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ നാളെ ആകുമ്പോഴേക്കും ചിലപ്പോൾ അത് 80 രൂപയായിട്ടുണ്ടാവും. സോ ആസ് എ മെർച്ചന്റ് യു കാൻ ബൈ ഇറ്റ്. എന്നാൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കൂ, ഇന്ന് നിങ്ങൾ 100 രൂപയ്ക്ക് വിറ്റു, ചിലപ്പോൾ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും അത് 150 രൂപയാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു അസറ്റ് നിങ്ങൾക്കും കംഫർട്ടബിൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് ക്രിപ്റ്റോ പേയ്മെന്റ്സിന് പ്രൈസ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു കോയിന്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേബിൾ കോയിൻസ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ യൂഷ്വലി സ്റ്റേബിൾ കോയിൻസിന്റെ പ്രൈസ് $1 ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ അത് ഇറ്റ് ഈസ് പെഗ്ഡ് ടു സം കൈൻഡ് ഓഫ് അസെറ്റ്. അതിന്റെ ബാക്ക് എൻഡിൽ വരുന്ന അസെറ്റ് യൂഷ്വലി USD ആണ്.
പക്ഷേ ക്രിപ്റ്റോ കറൻസിയോ അല്ലെങ്കിൽ അൽഗോരിതമിക് പിക്ഡോ ഒക്കെ ആകാനും പറ്റും. ദർ ഇസ് നോ പ്രോബ്ലം. പക്ഷേ ഇറ്റ്സ് പ്രൈസ് ഷുഡ് ബി ഓൾവേസ് $1. സ്റ്റേബിൾ കോയിന്റെ പ്രൈസ് എപ്പോഴും $1 ആയിരിക്കണം. അപ്പോഴേ നമുക്കതൊരു റിലയബിൾ പേയ്മെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ, അല്ലേ? പിന്നെ വേറൊരു മെയിൻ അഡ്വാൻറ്റേജ്, ബുൾ മാർക്കറ്റ് കഴിഞ്ഞ് ബെയർ മാർക്കറ്റിലേക്ക് കയറുമ്പോൾ നമ്മൾ നമ്മുടെ ക്രിപ്റ്റോ ഹോൾഡ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ വി വിൽ ലൂസ് ഇറ്റ്സ് വാല്യൂ. 90% തൊട്ട് 98% വരെയും വാല്യൂ ലൂസ് ചെയ്യും. സോ ഇറ്റ് ഈസ് ബെസ്റ്റ് ടു കീപ് ദം ഇൻ ടു സ്റ്റേബിൾസ്. പുതിയ ഇന്നോവേഷൻസ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇറക്കാനായിട്ടുള്ള കാശ് റിസർവ് വേണം. ആ ഫണ്ട് നമ്മൾ സ്റ്റേബിൾ കോയിൻസിൽ റിസർവ് ചെയ്യണം. ഈവൻ സ്റ്റേബിൾ കോയിൻസ് തന്നെ പലതരത്തിലുണ്ട്. അതിൽ ഏതിൽ എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സ്റ്റേബിൾ കോയിൻ്റെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് സ്റ്റേബിൾ കോയിൻസ് വാല്യൂ ഇസ് സ്റ്റേബിൾ ആൻഡ് നമ്മൾ റിസർവ് ചെയ്ത് വെക്കുന്ന കറൻസികൾ, നമ്മുടെ പ്രോഫിറ്റ് ടേക്കിംഗ് കറൻസികളെല്ലാം സ്റ്റേബിൾ കോയിൻസിൽ വെക്കണം. ദെൻ ഇപ്പൊ നമ്മൾ എക്സ്ചേഞ്ച്, അതായത് ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണെങ്കിലും ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണെങ്കിലും നോക്കിയാൽ ഒരു 60% ട്രേഡ്സും വേറെ കോയിൻസും നമ്മൾ മേടിക്കുന്നത് സ്റ്റേബിൾ കോയിൻസ് വെച്ചിട്ടാണ്. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 3 തരത്തിലുള്ള ബാക്കിംഗ് ഉണ്ട് ഇതിന്. ഒന്ന് റിയൽ വേൾഡ് കറൻസികളായ US ഡോളർ, യൂറോ ഇതൊക്കെ വെച്ചിട്ടുള്ളതുണ്ട്. പിന്നീട് വരുന്നത് ക്രിപ്റ്റോ ബേസ്ഡ് ആണ്. ദെൻ ദർ ആർ സം അൽഗോരിതമിക് ബേസ്ഡ് സ്റ്റേബിൾ കോയിൻസ് ഓൾസോ. അവസാനത്തെ കാറ്റഗറിയാണ് ഷിറ്റ് കോയിൻസ്. ഷിറ്റ് കോയിൻസ് ആണ് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇടയിൽ ഭൂരിഭാഗവും സംസാരിക്കുന്ന ഒരു കോയിൻ. ആക്ച്വലി ദിസ് ഈസ് ഫോർ ഫൺ ആൻഡ് മേക്കിംഗ് ഹൈപ്പ് ആൻഡ് നത്തിങ് എൽസ്. ഇതിന് യാതൊരു ഉപയോഗവും ഇല്ലാത്ത കോയിൻ ആയതുകൊണ്ടാണ് ഇതിന് ഷിറ്റ് കോയിൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു പമ്പ് ആൻഡ് ഡംപ് സ്കീമിന്റെ ഭാഗമായിട്ട് ആൾക്കാർ റൺ ചെയ്യുന്നത് കൊണ്ട് it gives insane return to few lucky people. പക്ഷെ നമ്മൾ അതാണ് നോക്കിയെടുക്കുന്നത്. ഒരു ലോട്ടറി എടുത്ത് നിങ്ങൾക്ക് അടിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഒരു ഷിറ്റ് കോയിനിൽ കയറി ഇൻസൈൻ ഗെയിൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അതായത് ഒരു 10,000x 1,00,000x ഒക്കെ കിട്ടുന്നത്. ഓക്കെ. അത് ഇതിന്റെ സോഴ്സ് കോഡ് എന്ന് പറയുന്നത്, അതായത് ഇഫ് യു ആർ എ ഡെവലപ്പർ യു നോ ലൈക്ക് ഗിറ്റ് കോയിൻ എന്ന് പറയുന്ന ഒരു കോഡ് റെപ്പോസിറ്ററി സൈറ്റ് ഉണ്ട്. അതിൽ പോയാൽ യു ക്യാൻ ഈസിലി ഗെറ്റ് ദ സോഴ്സ് കോഡ് ഓഫ് ഓൾ ഷിറ്റ് കോയിൻസ്. അത് ജസ്റ്റ് കോപ്പി ചെയ്ത് അതിൽ പേര് മാറ്റി ടൈപ്പ് ചെയ്ത് കമ്പൈൽ ചെയ്താൽ യു ക്യാൻ ക്രിയേറ്റ് എ ഷിറ്റ് കോയിൻ. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ നേരത്തെ പണിയേ ഉള്ളൂ. പക്ഷേ മെനി ഓഫ് us അതിന്റെ പിന്നാലെയാണ് നടക്കുന്നത്. ദാറ്റ് ഈസ് വെരി പാത്തറ്റിക് ആക്ച്വലി. ഇത് മെയിൻലി റൺ ചെയ്യുന്നത് സ്കാമേഴ്സ് ആണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ പലതരം ഷിറ്റ് കോയിൻസ് ഉണ്ട്. അതായത് പമ്പ് ആൻഡ് ഡംപിന്റെ ഭാഗമായിട്ട് വരുന്നതുണ്ട്, ഹണി പോട്ട് ഉള്ളതുണ്ട്. ഹണി പോട്ട് അതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹണി പോട്ട് സ്കാം ഉണ്ട്. പിന്നെ അൺലിമിറ്റഡ് കോയിൻസ്, അവർക്ക് അതിന്റെ ക്രിയേറ്റേഴ്സിന് പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന സൈസ് ഷിറ്റ് കോയിൻസ് ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട് ഗുഡ് ആക്ച്വലി. ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ ദ ഹൈപ്പ് ആൻഡ് ഫൺ. ആ ഒരു രീതിക്ക് മാത്രമേ അതിനെ കണക്കാവുള്ളൂ. ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും ഷിറ്റ് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. അഥവാ ചെയ്യുകയാണെങ്കിൽ തന്നെ വെരി നെഗ്ലിജിബിൾ എമൗണ്ട് ഓഫ് മണി അതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. സേ 3%. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് 1,00,000 രൂപയാണെങ്കിൽ മാക്സിമം 2,000-3,000 രൂപ. അതിൽ കൂടുതൽ ഒരിക്കലും ഷിറ്റ് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. യു വിൽ ലൂസ് മണി. ആബ്സല്യൂട്ട്ലി യൂസ്ലെസ്. 99% ഓഫ് ദ പീപ്പിൾ വിൽ ഗെറ്റ് wrecked with that. ഓക്കെ. പിന്നെ ഇത് ഞാൻ എടുത്തു പറയേണ്ട നമ്മുടെ സംസാര വിഷയമാണ്. ഡോജ് കോയിൻ, ഷിബ ഇനു, സേഫ് മൂൺ, ഈ റീസെന്റ് ബിറ്റ് കോയിനിൽ ഇറങ്ങിയ പെപ്പെ, ഇതൊക്കെയാണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഷിറ്റ് കോയിൻസ്. ഓക്കെ, താങ്ക് യു ഗൈസ്. സോ ക്രിപ്റ്റോ എക്കോസിസ്റ്റത്തിലെ 4 ടൈപ്പ് കോയിൻസും അതിന്റെ പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൽ ചില ഭാഗങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. I'll be coming up with that videos in future days. ഓക്കെ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് എന്തുകൊണ്ട് ബിറ്റ് കോയിൻ സ്റ്റോർ ഓഫ് വാല്യൂ അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും, രണ്ടാമത് സ്റ്റേബിൾ കോയിൻസിന്റെ ഇമ്പോർട്ടൻസ്. സ്റ്റേബിൾ കോയിൻസ് ആർ സെഡ് ടു ബി ദ ബ്ലഡ് ലൈൻ ഓഫ് ക്രിപ്റ്റോ. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് 2 ഫർദർ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ please subscribe and share it with your friend who is interested in crypto. Thank you.